നരകത്തിലേക്കുള്ള വാതിൽ. തുർക്ക്മെനിസ്ഥാനിലെ കാരാക്കും മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ദർവാസ ഗ്യാസ് ക്രേറ്റർ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. 5 പതിറ്റാണ്ടിലേറെയായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭീമൻ അഗ്നികുണ്ഠം. എന്നാൽ ഇനി ഈ കുഴിക്ക് അങ്ങനെ ഒരു വിശേഷണം ഉണ്ടാവില്ല. കാരണം ക്രേറ്ററിലെ ജ്വലനത്തിന്റെ തീവ്രത കുറയുന്നതായാണ് റിപ്പോർട്ടുകൾ. വിചിത്രവും ഭയാനകവുമായ ദർവാസ ഗ്യാസ് ക്രേറ്ററിന്റെ ജ്വലനം നിലയ്ക്കുക എന്നത് പരിസ്ഥിതി പ്രവർത്തകരുടെ കാലങ്ങളായുള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ മാറ്റം നൽകുന്ന സൂചന അത്ര ശുഭകരവുമല്ല. കാരാക്കും മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന 70 മീറ്റർ വീതിയും 20 മീറ്റർ ആഴവുമുള്ള കൂറ്റൻ ഗർത്തത്തെയാണ് ദർവാസ ഗ്യാസ് ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. ഭൂമിക്കടിയിൽ നിന്നുള്ള മീഥേൻ വാതകമാണ് ഇവിടെ തീ അണയാതെ കാത്തത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ പ്രതിഭാസം കാണാൻ തുർക്ക്മെനിസ്ഥാനിലേക്ക് എത്തിയിരുന്നത്. മരുഭൂമിയിലെ ശൂന്യതയിൽ രാത്രികാലങ്ങളിൽ കിലോമീറ്ററുകൾ ദൂരെ വരെ ഈ അഗ്നിപ്രഭ ദൃശ്യമാകുമായിരുന്നു. 1971 സോവിയറ്റ് യൂണിയൻ എഞ്ചിനീയർമാർ നടത്തിയ ഒരു എണ്ണ പര്യവേഷണമാണ് ദർവാസ ഗ്യാസ് ക്രേറ്ററിന്റെ ജ്വലനത്തിന് വഴിവെച്ചത്. ഇവർ നടത്തിയ ഒരു ഖനനത്തിൽ കുഴിയുടെ പുറമെയുള്ള പാളി പൊട്ടിത്തകർന്ന് ക്രേറ്റർ എക്സ്പോസ്ഡ് ആയി. പ്രകൃതിവാതകം വ്യാപിച്ച് അന്തരീക്ഷത്തിൽ നിറയുന്നത് തടയാനായി ഇവർ കുഴിക്ക് തീയിട്ടു. കാലക്രമേണ കുഴി അടഞ്ഞോളുമെന്ന വിശ്വാസത്തിലായിരുന്നു ഈ തീയിടൽ. എന്നാൽ പിന്നീട് 5 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും തീ അണഞ്ഞില്ല. അന്നു മുതൽ ലോകത്തിനിത് നരകവാതിലാണ്. പതിറ്റാണ്ടുകൾക്കിപ്പുറം 2025 നടന്ന ഒരു രാജ്യാന്തര കോൺഫറൻസിലാണ് തീജ്വാലകൾക്ക് മുൻപത്തെ അപേക്ഷിച്ച് ശക്തി കുറഞ്ഞു വരുന്നതായി തുർക്ക്മെനിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ടത്. ഏകദേശം 3 ഇരട്ടിയോളം കുറവ് ജ്വലനത്തിൽ രേഖപ്പെടുത്തിയതായാണ് തുർക്ക്മെനിസ്ഥാൻ അറിയിക്കുന്നത്. ബ്രിട്ടീഷ് കമ്പനിയായ കാപ്റ്റീരിയോ നടത്തിയ സാറ്റലൈറ്റ് നിരീക്ഷണങ്ങളും ഈ മാറ്റം ശരിവയ്ക്കുന്നുണ്ട്. എന്നാൽ തീ അണയുന്നുണ്ടെങ്കിലും ഗ്യാസിന്റെ പ്രവാഹത്തിൽ കുറവില്ലാത്തത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഗവേഷകരുടെ വാദം. 2022 2025 ഇടയിൽ മണിക്കൂറിൽ ശരാശരി 1300 കിലോഗ്രാം മീഥെയിനാണ് പ്രവഹിച്ചിരുന്നത്. എന്നാൽ 2025 ഇത് 1960 കിലോഗ്രാം എന്ന തോതിലേക്ക് ഉയർന്നതായാണ് കണക്കുകൾ. ഗർത്തത്തിൽ തീയില്ലാതായാൽ അദൃശ്യമായ മീഥേൻ പടരുന്നത് തിരിച്ചറിയാൻ പോലും പ്രയാസകരമാകും. കുഴിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മീഥേൻ കത്തുന്നതിന്റെ ഫലമായി ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡയോക്സൈഡായി മാറുന്നു. കാർബൺ ഡയോക്സൈഡ് പരിസ്ഥിതിക്ക് ദോഷകരമാണെങ്കിലും ചൂട് അന്തരീക്ഷത്തിൽ നിലനിർത്താൻ ശേഷി കൂടുതലുള്ള വാതകമാണ് മീഥേൻ. 30 മടങ്ങ് ചൂടോളമാണ് ഇതിന്റെ ഫലമായി ഉണ്ടാവുക. തീ പൂർണ്ണമായും അണഞ്ഞ് വാതകച്ചോർച്ച തുടർന്നാൽ ആഗോള താപനം ഉൾപ്പെടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ അതിടയാക്കുമെന്നാണ് വിലയിരുത്തുന്നത്.